ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു വൈകുന്നേരം 5:30 മണിയൊക്കെ ആയി കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം കൊണ്ട് ഇവിടേക്ക് നല്ല മഴയാണ്. ഇങ്ങനെ മഴയൊക്കെ പെയ്ത് തോർന്ന് കിടക്കുവാണ്. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. ഇനി വിളക്കൊക്കെ കത്തിക്കാൻ ഞാനല്ല കേട്ടോ, അമ്മയാണ് കത്തിക്കുന്നത്. അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് ഓർത്തു, നിങ്ങളെയും കൂടി കൂട്ടാമെന്ന് ഓർത്തു. ഞങ്ങളുടെ വ്ളോഗിൽ മിക്കവാറും രാവിലെയും വൈകുന്നേരവും മാത്രമേ ഇവിടെ ആൾ കാണത്തുള്ളൂ. പിന്നെ ഇവിടെ ആൾ കാണത്തില്ല. അതുകൊണ്ട് എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ വിളക്ക് കത്തിക്കാനായിട്ട് പുറത്ത് നെരുപ്പോടൊക്കെ വെച്ചിട്ടുണ്ട്, പുറത്ത് കത്തിച്ചിട്ടുണ്ട്. അപ്പം ഇനി അമ്മ അകത്ത് കത്തിക്കുകയാണ്. ആ സമയം ഞാൻ വെറുതെ ഒന്ന് ചുറ്റുപാടൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കണ്ടോളൂ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിപ്പൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ കട്ടൻ ചായ കുടിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ വൈകുന്നേരം കട്ടൻ ചായയും കപ്പലണ്ടിയാണ് ഇപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇന്നാണെങ്കിൽ നല്ല മഴയൊക്കെ പെയ്ത് കുറച്ച് തറയൊക്കെ തണുത്ത് കിടക്കുന്നു. അപ്പം ഒരു സുഖമാണ് കട്ടൻ ചായയൊക്കെ കുടിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ 3 മണിക്കൊന്നും ചായ കുടിക്കുന്ന ടീംസിൽ വരുന്ന ആൾക്കാരല്ല. കാര്യം 3 മണിക്കൊന്നും ഇവിടെ ആരും കാണത്തില്ല. അമ്മ വരുമ്പം 5 മണിയാവും. അത് കഴിഞ്ഞ് മുറ്റമൊക്കെ തൂത്ത് നഖമൊക്കെ തൂത്ത് വിളക്കൊക്കെ കത്തിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിരിക്കുന്ന ഒരു ടൈം ഇതായിരിക്കും. അപ്പം മിക്കവാറും നമ്മുടെ ചായ കൂടി ഒരു 6:30-ക്കും 7 മണിക്കും വരെ ഇടയിലായിരിക്കും. അപ്പോൾ അതെ, എൻ്റെ കട്ടൻ ചായ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ പാപ്പപ്പെട്ടി എടുക്കാം. പാപ്പപ്പെട്ടിയിൽ ഇന്നുള്ളത് കപ്പലണ്ടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കപ്പലണ്ടിയും കട്ടൻ ചായയാണ്. അങ്ങനെ ദേ വിളക്ക് കത്തിച്ചത് കൊണ്ട് തന്നെ ലൈറ്റ് ഓഫ് ആക്കി വയ്ക്കണം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടേ ലൈറ്റ് ഇടത്തുള്ളൂ. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതെ, പാപ്പപ്പെട്ടി എടുത്തു ഗൈസ്. ഞാൻ കപ്പലണ്ടി ആയിട്ട് പോവാണ്. അമ്മയുടെ കട്ടൻ ചായ ആയിട്ട് മുന്നേ, ഞാൻ പുറകെ എൻ്റെ പാപ്പപ്പെട്ടിയായിട്ട് പോകുന്നുണ്ട്. ഫ്രണ്ടിൽ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ട് ഗ്രില്ലായതുകൊണ്ട് തന്നെ കൊതുകുകൾ അകത്ത് നന്നായിട്ട് കയറും. വൈകുന്നേരം ഇപ്പോൾ വിളക്ക് കത്തിച്ചുള്ള സമയമായതുകൊണ്ട് നമുക്കിവിടെ ലൈറ്റ് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ ഇവിടെ ഇരിക്കുന്നില്ല, അമ്മയുടെ തല വിയർക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മ റൂമിനകത്തോട്ട് കയറിപ്പോയി. പക്ഷേ പിന്നെ വൈകുന്നേരങ്ങളിൽ ലൈറ്റ് ഫാൻ ഇട്ട കറണ്ട് ബില്ലാവും എന്ന് പറഞ്ഞ് പോയാൽ അത് കണക്ക് തിരിച്ചു വന്നു. കഥവൊക്കെ അടച്ച്, കാരണം അമ്മ ഇരിക്കുന്ന റൂമിൽ ഫാൻ ഇടാൻ പോവേന്ന് പറഞ്ഞാണ് കഥ അടയ്ക്കാൻ പോയത്. എന്നിട്ട് കഥ അടച്ചില്ല, ഇങ്ങനെ തന്നെ വന്നിരുന്ന കാര്യം സന്ധ്യ സമയത്ത് ഫാനിൽ ലൈറ്റ് വിട്ടാൽ കറണ്ട് ബില്ലാവും ഗൈസ് എന്ന് പറഞ്ഞാണ് അമ്മ അതാ തിരിച്ചു വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ് കേട്ടോ. നൈറ്റ് ഒത്തിരി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കെട്ടിയും വിളിച്ചു. നമ്മൾ നൈറ്റ് ചോറ് കഴിച്ചത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നൈറ്റ് ചക്കയൊക്കെ വെട്ടി അരിഞ്ഞു വയ്ക്കുന്നുണ്ട് പിറ്റേന്ന്, അതായത് നാളെ രാവിലത്തേക്ക് വേണ്ടിയിട്ട്. അതൊക്കെ വീഡിയോ എടുക്കണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അപ്പോഴത്തേക്ക് എൻ്റെ കെട്ടിയും പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട്, റൂമിലെത്തി. അപ്പോൾ ആൾ എന്നെ വിളിച്ചു. ആൾ വിളിക്കും, വീഡിയോ കോളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല. എടുക്കാൻ പറ്റിയ കുറച്ച് ഷോർട്സുകൾ മാത്രമേ എടുത്തിട്ടുള്ളേ.
അത് കഴിഞ്ഞ് നമ്മുടെ കട്ടൻ ചായ കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി കിച്ചൺ ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. ഇനി നാളെ രാവിലെ ഒരു 6:30 ആകുമ്പോൾ എഴുന്നേൽക്കും. 6:30 ഉണർന്നാലും ഞാൻ ഉറക്കെഴുന്നേറ്റ് വരുമ്പോൾ 6:40 ആവും, പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് വരുമ്പോൾ. അപ്പം അമ്മയ്ക്ക് രാവിലെ പോകണം, അമ്മയ്ക്ക് 8:30 ആകുമ്പോൾ പോകണം. അപ്പോൾ നൈറ്റെല്ലാം ചെയ്ത് വെച്ചിട്ട് കിടക്കും. അതുകൊണ്ട് ഞങ്ങൾ അരിയാനുള്ളതൊക്കെ ഞങ്ങളല്ല, അമ്മ അരിഞ്ഞു വയ്ക്കും. ഞാൻ കിച്ചണൊക്കെ ഒന്ന് പാത്രമൊക്കെ കഴുകി ക്ലീൻ ആക്കി ഇട്ടിട്ട് കിടക്കും. അപ്പോൾ രാവിലെ എണീച്ച് വരുമ്പോൾ ഫ്രഷ് ആയിട്ട് അമ്മയ്ക്ക് വെച്ചിട്ട് പോകാമല്ലോ. അങ്ങനെ അപ്പോൾ ഞാനവർക്ക് എണീച്ച് വരുമ്പോൾ അമ്മ ചോറ് വയ്ക്കും. കുക്കറിലാണ് കേട്ടോ ഞങ്ങൾ ചോറ് വയ്ക്കുന്നത്. കുക്കറിൽ ചോറ് വയ്ക്കും. ചക്ക അരിഞ്ഞു വെച്ചേക്കുന്ന അടുപ്പി വെച്ചിട്ടുണ്ടായിരിക്കും, പുട്ടവിച്ചിട്ടുണ്ടായിരിക്കും. ബാക്കി കുറച്ച് എന്തെങ്കിലും കറികളൊക്കെ വെക്കാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ്. അപ്പം എനിക്ക് രാവിലെ എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി എന്തെങ്കിലുമൊക്കെ ഉള്ളത് ചെയ്തിട്ടൊക്കെ കിടക്കും. അങ്ങനെ കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു പാറ്റ അടിച്ചു വന്ന് പഴമൊക്കെ കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങി. ഇത് രാവിലെയാണ്. ഞാൻ ഹോം ടൂറിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ നമ്മുടെ സൂര്യപ്രകാശം അകത്ത് കയറുമെന്ന്? അങ്ങനത്തെ വീടാണ് ഇത് കേട്ടോ. സൂര്യപ്രകാശം ഇങ്ങനെ വന്നിട്ട് നമുക്ക് നേരിൽ മാത്രമേ കാണത്തുള്ളൂ. നല്ല രീതിയിൽ അകത്താട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ചേച്ചിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അത് നമ്മൾ വെയിൽ കൊള്ളിക്കാനൊക്കെ എടുത്തല്ലോ. അപ്പോൾ അവരെ ഇങ്ങനെ ഹാളിലോട്ട് കൊണ്ട് കിടത്തിയാൽ മതി. വെയിലിങ്ങനെ അടിക്കും. വെയിൽ മീൻസ് രാവിലത്തെ പോക്ക് വെയിൽ, ചെറിയ വെയിൽ. പകലൊന്നും അടിക്കത്തില്ല കേട്ടോ. രാവിലത്തെ സൂര്യൻ ഉദിച്ചു വരുന്ന വെയിൽ അകത്തടിക്കും. വൈകുന്നേരവും സൂര്യാസ്തമയ സമയത്തുള്ളതും ചെറുതായിട്ട് വെയിലുണ്ടോ എന്ന് തോന്നണം അകത്ത്. പക്ഷെ ഉച്ചയ്ക്കൊന്നും അങ്ങനെയൊന്നുമില്ല. ഇത് നല്ല സുഖമുള്ള വെയിലാണ് കേട്ടോ. അങ്ങനത്തെ ഞാൻ തേങ്ങ തിരുവലാണ് ഗെയ്സ്. ഉറക്കെഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. ഒന്നും ക്ലീനാക്കി പല്ല് തേച്ചു ഒന്നും ബാത്റൂമിൽ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നു. പിന്നെ മുടിയൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ. കാര്യം അതിനൊന്നും ടൈമില്ല. അതിനൊക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ ടൈമുണ്ട്. കാരണം അവിടെ ആർക്കും പോകണ്ടല്ലോ. പയ്യെ മുടിയൊക്കെ കോതി കെട്ടി ഒരുങ്ങിയിട്ടൊക്കെ ഇറങ്ങി വരാം. ഇവിടെ പിന്നെ ഉറക്കെ എഴുന്നേറ്റുണ്ടെങ്കിൽ അടുക്കളയിലോട്ടാണ് വരുന്നത്. കാര്യം ഞാൻ 7 മണിക്കായിരിക്കും എണീക്കുന്നത് തന്നെ. അപ്പം പകുതി ഇവിടെ ഒതുക്കി കാണും. അപ്പം 8:30 പോകണം. അത് കഴിഞ്ഞാൽ ഇവിടെ ജോലിയില്ല. 8:30 ആകുമ്പം എല്ലാ ജോലികളും ഇവിടെ ക്ലീൻ എല്ലാം കഴിയും. രാവിലത്തെ കാപ്പി കഴിയും, ഉച്ചക്കത്തെ ചോറും കഴിയും. പിന്നെ നാളെ രാവിലെ കയറിയാൽ മതി. നൈറ്റ് പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് കിടക്കുക. രാവിലെ ഒരു 7 മണി തൊട്ട് ഒരു 8 മണി വരെയുള്ള പണി. ഇത്രയേ ഉള്ളൂ വീട്ടിന് അടുക്കള പണി എന്ന് പറയുമ്പം. അപ്പം രാവിലെ ഇച്ചിരി കഷ്ടപ്പെടാനും പിന്നെ സൂഹിക്കാം. പിന്നെ ജോലിയൊന്നുമില്ല. ഇരുന്നും കിടന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് ടൈം കളയാം. അപ്പോൾ ഇവിടെ ആരും കാണാറില്ല കേട്ടോ, ഇരിക്കാനും കിടക്കാനൊക്കെ. ഞാനും പോവും, അമ്മയും പോവും. അങ്ങനത്തെ ഞാൻ തേങ്ങ തിരുവാണ്. തേങ്ങ തിരുവുന്നതിനിടയ്ക്ക് അമ്മ പുട്ട വയ്ക്കാനായിട്ടും തേങ്ങയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ടോ. തേങ്ങ മിക്കവാറും തേങ്ങ തിരുവുന്ന സൗണ്ട് കേട്ടൊക്കെയായിരിക്കും ഞാൻ ഉണരുന്ന. ഇവിടെ ഞാൻ പെട്ടെന്ന് ഉണരും. കാര്യം ചെറിയ വീടായതുകൊണ്ട് അടുക്കളയിൽ വിസിലടിക്കുമ്പോഴും കുക്കറിൻ്റെ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കേൾക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണരും. അടുക്കളയിൽ പാത്രങ്ങൾ എടുക്കണേ കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉണരും. അപ്പോൾ എനിക്ക് വരും. അവിടെ ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ മുകളിലല്ലേ കിടക്കുന്നത്. അപ്പോൾ ഞാൻ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. ഒരു സുഖ നിദ്രയിലാണ്. അതുമല്ല കുഞ്ഞിലെ തൊട്ട് അമ്മ രാവിലെ എണീച്ചില്ലെങ്കിൽ അടിക്കുമായിരുന്നു. ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ആ ഒരു പേടിയുണ്ട്. ഇവിടെ കിടന്നുറങ്ങുമ്പോൾ ദൈവമേ അടി എപ്പോൾ വരുമെന്ന്. പക്ഷെ ആ ഒരു പേടി അവിടെ ഇല്ല. അമ്മയമ്മ അടിക്കൂലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ ഇച്ചിരി സുഖലോലുവയായി കിടന്നുറങ്ങിക്കളയും. ഇവിടെ വന്നാൽ രാവിലെ എണീക്കും. അതിന് ഇവിടുത്തെ വീട്ടിലാണെങ്കിലും ഞങ്ങളുടെ അങ്ങനത്തെ വീടുണ്ട്. അവിടെ പോയാലും രാവിലെ എണീക്കും. അവിടെയും ഇച്ചിരി തണുപ്പൊക്കെയാണ്. അവിടെ പോയാലും ഇരിക്കും രാവിലെ. അവിടുത്തെ വീട്ടിൽ കുറച്ചധികം സൗണ്ടൊന്നും അങ്ങനെ കേൾക്കാറില്ല. ഇവിടെയും അവിടെ എന്നാലും ഞാൻ എണീക്കും. അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ രാവിലെ ആകുമ്പം എണീക്കണം എന്നൊരു പേടി. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ ചേച്ചിക്കുണ്ട്. അവൾ പറയും എന്നോട് ഇവിടെ നിൽക്കുമ്പോഴാണ് രാവിലെ എണീക്കണത് എന്ന്. കാര്യം എണീറ്റില്ലെങ്കിൽ അമ്മയുടെ സ്വഭാവം മാറും. അമ്മ നാഗവല്ലിയാവും ഗൈസ്. അങ്ങനെ കാരണം അമ്മയ്ക്ക് രാവിലെ പോകണ്ടേ. 8:30 അമ്മയ്ക്ക് പോകണം. അപ്പം നമ്മൾ 8:30 ഉറക്കെ എണീച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും ചെയ്യണ്ട. അപ്പം അമ്മയ്ക്ക് പോകുന്നതിന് മുമ്പ് അമ്മയ്ക്കൊരു ഹെൽപ്പ് ആവുമല്ലോ നമ്മൾ എണീച്ച് വരുവാണെങ്കിൽ.
സോ അങ്ങനെ ദേ ഞാൻ ചക്കയ്ക്ക് അരയ്ക്കാൻ പോവാണ്. ഞങ്ങൾ ഇന്നലെ നൈറ്റ് തന്നെ ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചക്കയ്ക്ക് പച്ചമുളകും ജീരകവും കൂടി ഇട്ട് വെളുത്തുള്ളിയും കൂടെ വെച്ചിട്ട് അരയ്ക്കുക കേട്ടോ. അമ്മിക്കല്ലിലാണ് അരയ്ക്കുന്നത്. ഗൃഹാതുരത്വം തോന്നുന്നതിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഇവിടുത്തെ മിക്സി ഇപ്പോൾ കേടായിരിക്കുവാണ്. സോ ഇന്ന് ചക്ക വെച്ചിട്ടൊരു കറി ഉണ്ടാക്കുന്നുണ്ട്, ചക്ക കറി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ രസം ഉണ്ടാക്കുന്നുണ്ട്, നെത്തോലി മീനുണ്ട്, അത് പൊരിക്കുന്നുണ്ട്. പിന്നെ രാവിലെ പുട്ടിന് പയർ അവിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പയർ കുറച്ച് വെന്ത് പോയി, എന്നാലും കുറച്ച് ബാക്കിയുണ്ട്. അതെടുത്തിട്ട് ഒരു തോരനാക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇത്രയാണ് കറികൾ. അപ്പം നമുക്കിത് മതി, നമ്മളിത് തന്നെ ലാവശ്യമാണ് രണ്ടാൾക്ക്. അപ്പോൾ ഓക്കെ, കണ്ടോളൂ.
അങ്ങനെ നമ്മുടെ രാവിലത്തെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അമ്മ വീട്ടിനകമൊക്കെ തൂത്ത് വിളക്ക് തേച്ച് കുളിച്ച് വിളക്ക് തേച്ച് വെച്ചിട്ട് അമ്മ ഒരുങ്ങാനും പോയി കേട്ടോ. അപ്പോഴത്തേക്കും ഇവിടെ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാളുടെ കാപ്പി കുടിക്കും. അപ്പോൾ അതും കൂടി ആകുമ്പോൾ ഇന്നത്തെ വീഡിയോ തീരും. കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ അമ്മ അപ്പോഴേ പോവും. പിന്നെ ഇവിടെ കണ്ടന്റ് ഇല്ല ഗെയ്സ്, എന്തെങ്കിലുമൊക്കെ വേണ്ടേ. പിന്നെ ഇവിടെ ഒന്നുമില്ലാതെ അതൊക്കെ കഴിഞ്ഞതേ അമ്മ സാരി കൊടുത്തിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. മുടി ഇങ്ങനെ അഴിച്ചിട്ടേക്കുന്ന, മുടി ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഫാൻ്റെ താഴെ വന്നിരിക്കുന്നത്. കുളിച്ചിട്ട് വിളക്കൊക്കെ തേച്ച് സാരി കൊടുത്തിട്ട് വന്നിട്ട് കാപ്പി കുടിക്കുക. എന്നെ കാരണം അവിടെ സാരി കൊടുത്ത് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അമ്മ പകുതി ഡ്രസ്സിലൊക്കെയാണ് ഇവിടെ കാപ്പി കുടിക്കുന്നത്. പിന്നെ ഞാൻ ക്യാമറ എടുക്കുന്നതുകൊണ്ട് മാത്രം. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പയറുമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കുന്നത്, അമ്മ കഴിക്കുന്നത്. ഞാനും പോയി എടുത്തിട്ട് വന്ന് ഞാനും കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.